ദൈവം നടുന്ന തൈയും സ്വദേശികമായി വളരുന്ന വൃക്ഷവും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നടുന്ന തൈ അത് ആറ്റടികത്തായിരിക്കും. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത ഒരു വൃക്ഷം പോലെ അത് വളരും. എന്നാൽ യേശു പറഞ്ഞു, പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷിക്കുന്നത് കണ്ട് അവരെ അശുദ്ധരെന്ന ചിലർ വിധിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്ന് അകത്ത് കടക്കുന്നതല്ല, അകത്ത് നിന്ന് പുറത്തു വരുന്നതാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുന്ന ചിന്തകൾ നിങ്ങളെ അശുദ്ധമാക്കും എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആ സന്ദേശം, ആ ശാസന, ആ ഉപദേശം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഗുരു, നീ അവരോട് പറഞ്ഞത് കേട്ടിട്ട് അവര് ഇടറിപ്പോയി എന്ന് നീ കാണുന്നുണ്ടോ? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവവചനം കേട്ട് ദൈവവചനത്തെ അനുസരിക്കാത്ത, ദൈവവചനത്തോട് പ്രതികരിക്കാത്ത, ദൈവവചനത്തെ പുറകിലെറിഞ്ഞു കളയുന്ന ഒരു സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ സ്വദേശികമായ ഒരു വൃക്ഷം പോലെ തഴച്ചു നിൽക്കുകയാണ്. അവൻ്റെ ദേശമെന്നാണ് അവൻ പറയുന്നത്. അവൻ്റെ മണ്ണ് ഞാനിവിടെ ഒത്തിരി നാളായിട്ടുള്ളതാ, എനിക്കും ചിലത് പറയാനുണ്ട് എന്ന ഭാവേണ സ്വദേശികമായ വൃക്ഷം പോലെ അവൻ തഴച്ചു നിൽക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, പിന്നെ ഞാൻ ആ വഴിക്ക് പോയപ്പോൾ അവനെ കണ്ടില്ല. ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതിർ പോലെയാകുന്നു. ഇന്ന് അവർ സ്വദേശികമായ വൃക്ഷം പോലെ തഴച്ചു നിന്നാലും അടുത്ത നിമിഷത്തിൽ കാറ്റുപാറ്റുന്ന പതിര് പോലെ അവർ പറന്നു പോകും, അവർ വാടിപ്പോകും. പിന്നെ നോക്കുമ്പോൾ നിങ്ങൾക്കവരെ കാണുവാൻ കഴിയുകയില്ല. എത്ര ബലപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയാലും അടുത്ത നിമിഷങ്ങളിൽ നിൽക്കത്തില്ല. പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. നോ, നെവർ, നിവർന്നു നിൽക്കുകയില്ല. എന്നാൽ ദൈവം നിന്നെ നട്ടാൽ ദൈവം നടുമോ? ദൈവം നടും. പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഇന്ന് എത്ര പ്രബലപ്പെട്ടിരുന്നാലും അത് വേരോടെ പറഞ്ഞു പോകും. എന്നാൽ ദൈവം ഒരുവനെ നട്ടാൽ, ദൈവം ആരെയാണ് നടുന്നത്? ദൈവം ആരെയാണ് നടുന്നത്? സങ്കീർത്തനങ്ങൾ 1 പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്
അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചാൽ, നീ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചാൽ, നീ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിന്നെ നടും. ദൈവം നിനക്ക് തടമെടുക്കും. ദൈവം വളമിടും. അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായൊരു വൃക്ഷം പോലെ ഇരിക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവം നിങ്ങളെ നടണമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തോട് അനുസരണമുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ആലോചനകളോട് നിങ്ങൾ പ്രതികരിക്കണം. ദൈവത്തെ അനുസരിക്കണം. ദുഷ്ടന്റെ വഴി വിട്ടു മാറണം. നീതിമാന്റെ വഴിയിലേക്ക് തിരിയണം. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ നടും. സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. നിഷ്കളങ്കനെ കൊരുകൊള്ളുക. സമാധാന പുരുഷന് സന്തതിയുണ്ടാകും. ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിക്കുക, അനുസരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.